ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. ഇന്ന് ഞാൻ എടുത്ത വചനവും ഇന്ന് വായിച്ച സങ്കീർത്തനവുമായിട്ട് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള സങ്കീർത്തനമാണ് ഇന്ന് വായിച്ചത്. ഞാൻ യഹോവയുടെ ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയുടെ യാചിക്കുന്നു. കാരണം പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാൻ നിങ്ങളൊക്കെ UK-യിലായിരിക്കുമ്പോൾ നാം വിചാരിക്കും UK-യിലായതുകൊണ്ട് എല്ലാം ഒക്കെ നേടിയെന്ന്. പക്ഷേ യേശുക്രിസ്തു പറയുന്നു, കാരണം ജനം ഇന്ന് പ്രതിസന്ധികൾ കൂടെ കൂടുമ്പോഴാണ് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നത്. ഞാൻ ഇന്ന് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ 3 അടയാളങ്ങളെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വളരെ അധികം വായിച്ച് കേട്ടതും അതേപോലെ കാണാപ്പാഠമായിട്ട് അറിയാവുന്ന 3 വേദഭാഗങ്ങൾ ഒരു അധ്യായം തന്നെയാണെങ്കിൽ 3 ഭാഗങ്ങളിലായിട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പാഠങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന്, നമുക്കെല്ലാം പരിചയമുള്ള കാനായിലെ കല്യാണം. രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്നത് 38 ആണ്ട് ഒരു കരയിൽ കിടന്ന ഒരു മനുഷ്യൻ. മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്ന ലാസർ. ഇവിടെ 3 ഭാഗങ്ങളിലും ദൈവം സന്നിധിയിൽ കരഞ്ഞ ദൈവമക്കളുടെ പ്രയാസങ്ങളിൽ കണ്ട മനസ്സലിഞ്ഞ ഒരു ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കാനാവിലെ കല്യാണം, യോഹന്നാന്റെ സുവിശേഷം 2:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ഇവിടെ പറയുന്ന 3-ാം നാൾ ഗലീലയിൽ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരിക യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തൊക്കെ കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം കർത്താവെ വചനവുമായിട്ട് അടിയൻ നിൽക്കുമ്പോൾ കർത്താവ് ഇത് കേൾക്കുന്നവർക്ക് കർത്താവെ എന്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ ചെയ്തു എന്ന് സാക്ഷീകരിക്കുവാൻ നിന്റെ മക്കൾക്കും അടിയനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിക്കനായ മോശയോട് കൂടെ ദൈവം അടിയന്റെ വായോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം. സാന്നിധ്യത്താൽ നിറച്ചാൽ അല്പസമയം കർത്താവ് നിന്റെ സന്നിധിയിൽ അടിയങ്ങളായിരിക്കും. നിന്റെ കൃപ കൊണ്ട് അടിയങ്ങളെ പൊതിയണം. അടിയന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ നിന്റെ മക്കൾക്ക് ഗുണകരമായി തീരുവാൻ, അത് ഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥന ദൈവത്തോട് കേൾക്കണമേ. ആമേൻ. ഇന്ന് പ്രാർത്ഥനയിൽ ഓർത്തു, നാം ഉണർന്നതല്ല, നമ്മളെ ദൈവം ഉണർത്തിയതാണ്. ഈ കോവിഡാനന്തര കാലം കഴിഞ്ഞ് അപ്പോൾ നാട്ടില് അനേകര്, കാരണം ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ കലയപുരം ഭാഗത്ത് 50-55 വയസ്സുള്ള ഒരു മനുഷ്യൻ നടന്ന നടപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇപ്പൊ തന്നെ ഒരു 7 പേര് ഇപ്പൊ ഉടനെ തന്നെ വലിയ പ്രായമുള്ളവരൊന്നും ആയിട്ടുള്ള ആൾക്കാരല്ല, പെട്ടെന്ന് മരണം സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം പ്രതിസന്ധിയിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. എന്നെ ഉണർത്തിയ ദൈവത്തെ എത്രത്തോളം ഞാൻ സ്തുതിച്ചാൽ പറ്റുമെന്ന് ഈ തിരുവചനം നമ്മളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാനായിലെ കല്യാണത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ അത്രയ്ക്കും അടുത്ത ഒരു ഭവനമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷകളെ കുറിച്ച്, രോഗശാന്തികളെ കുറിച്ച്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ യേശുക്രിസ്തു പലരെയും അത്ഭുതങ്ങൾ കൊണ്ട് സഹായിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും.
ഈ ഭവനത്തിൽ യേശുക്രിസ്തുവിനെ ശിഷ്യന്മാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യേശുക്രിസ്തുവിന് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരു ഭവനമായിരുന്നു ഈ കാനായിലെ ഭവനം എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെയൊക്കെ കല്യാണങ്ങളൊക്കെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തുവുമായിട്ട് അടുത്തുള്ള ബന്ധമുള്ള ഭവനങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ പലപ്പോഴും ആർഭാടത്തിന്റെ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിവാഹങ്ങളൊക്കെ ചിന്തിച്ചാൽ അറിയാം, ഈ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഇലക്കകത്തുനിന്ന് നമ്മൾ ഈ വേസ്റ്റിലേക്ക് തട്ടുന്ന ആഹാരങ്ങൾ ലോഡ് കണക്കിനാണ് കൊണ്ടുവന്ന് തട്ടുന്നത്. കാരണം എത്രയോ ആൾക്കാർ ആഹാരമില്ലാതെ ഭാരപ്പെടുമ്പോൾ, എത്രയോ ആൾക്കാർ ദൈവസന്നിധിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഭാരപ്പെടുമ്പോൾ, അനേകർ ഈ ആർഭാടത്തിന്റെ ഒരു ലോകത്തിലേക്ക് ദൈവവുമായിട്ടുള്ള ആലോചനയില്ലാതെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ ആലോചനയില്ലാത്ത വിവാഹങ്ങളാണ് ഇന്ന് നടക്കുന്നത്. കാരണം പല കാര്യങ്ങളും, കാരണം അന്ന് യേശുക്രിസ്തു ഈ വിവാഹത്തിന്റെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അമ്മ പറയുന്നു, ഇതോണം വീഞ്ഞ്, അവൻ എന്ത് പറയുന്നു അത് നിങ്ങൾ ചെയ്യുക. കാരണം ആ ഭവനത്തിലുള്ള, അല്ലെങ്കിൽ ആ ഭവനത്തിലുള്ളവർ മറ്റൊന്നും ചിന്തിച്ചില്ല. കാരണം ആ ഭവനത്തിലൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഭവനത്തിലൊരു കൂട്ടായ്മ കാണുവാനായിട്ട് സാധിക്കും. യേശു അത്രയ്ക്കും അടുത്ത ഒരു ഭവനമായിരിക്കണം, അല്ലെങ്കിൽ യേശുവിന്റെ അമ്മ അവിടെ വരില്ല, യേശു അവിടെ വരില്ല. യേശു അടുത്തിരിക്കുന്ന ഒരു ഭവനം. ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് യേശുവുമായിട്ട് അടുത്ത ഭവനങ്ങളാണോ നമ്മുടെ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചു, അർഹിക്കാത്ത നന്മകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അർഹിക്കാത്ത ഒരുപാട് നന്മ നമുക്ക് തന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, നമ്മുടെ സൗന്ദര്യമല്ല, നമ്മുടെ കഴിവുകളോ മിടുക്കുകളോ ഒന്നും അർഹിക്കാത്ത നന്മകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ഞാൻ നനച്ചിരിക്കാത്ത നന്മകൾ കൊണ്ട് നീ എന്നെ തൃപ്തി വരുത്തി. കാരണം ദൈവം, കർത്താവ് യേശുക്രിസ്തു അവിടെ പറയുന്നു, അവിടെ ചെന്നപ്പോൾ ഒരു വിവാഹത്തിന്, യഹൂദന്റെ ഒരു വിവാഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഘടകമാണ് വീഞ്ഞ്. ആ വീഞ്ഞ് തീർന്നു പോയ കല്യാണം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ശാശ്വതമില്ലാത്തൊരു വിവാഹമായി തീരും. അവിടെ ഏറ്റവും മധുരകരമായിട്ട് വിളമ്പേണ്ട ഒരു വസ്തുവാണ് അവിടെ തീർന്നു പോയത്. ആ വീട്ടുനാഥന്റെ പ്രയാസം എന്തുമാത്രമാണെന്ന് ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആ കുടുംബം എത്ര ഭാരപ്പെട്ട് ദൈവത്തോട്, അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് കാണും. കാരണം വിരുന്നിനെ വിളിച്ചവർക്ക് വീഞ്ഞ് കൊടുക്കുവാനായിട്ടില്ല, അല്ലെങ്കിൽ ആഹാരം കൊടുക്കുവാനായിട്ട് ഇല്ലാതെ വന്നാൽ ആ കുടുംബത്തെ എല്ലാവരും പഴിക്കും. നമ്മുടെ നാടുകളിലൊക്കെ ഈ കല്യാണത്തിന് ആഹാരങ്ങളൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മൾ ചാകുന്ന വരെ ആ പരാതി ഉണ്ട്. കാരണം അവന്റെ വീട്ടിൽ നമ്മളെ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി, നമുക്ക് ആഹാരമൊക്കെ കിട്ടിയില്ല. ഘട്ടത്തിൽ യേശു അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആ കൽഭരണിയിൽ പച്ചവെള്ളം കോരി വെക്കുവാനായിട്ട് പറയുന്നു. വെള്ളം കോരി നിറയ്ക്കുവാനായിട്ട് യേശു കൽപ്പിക്കുമ്പോൾ ഇവിടെ ആ ഭവനത്തിൽ നിന്നവർ ചെയ്തത്, അവരും നല്ല, എനിക്ക് തോന്നുന്നു അവരും അത്രയ്ക്കും കാരണം ആത്മീയത ഉള്ളവരായിരിക്കാം. ആ കുടം തുളമ്പോളം അവർ കോരി നിറച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ആ കുടം തുളമ്പോളം കോരി നിറച്ചു. കർത്താവ് വാഴ്ത്തി അത് കൊടുത്തു. ഇന്നേ അവർ രുചിച്ചതിലെ സാദിഷ്ടമായിട്ടുള്ള വീഞ്ഞ് അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. ദൈവം പ്രവർത്തിക്കുമ്പോൾ പച്ചവെള്ളമല്ല, എന്തായാലും നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം നിന്നെ താങ്ങുവാനായിട്ട് ഇടയാകും. കാരണം പ്രതിസന്ധിയുടെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാരണം ഇന്ന് പ്രതിസന്ധി വരുമ്പോഴാണ് നാം ദൈവത്തെ കൂടുതലായിട്ട് വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രതിസന്ധി ഇല്ല എങ്കിൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ ഇടയ്ക്കൊക്കെ ചില പ്രതിസന്ധികൾ നമുക്ക് തരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്നത്. ഞാന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കോവിഡ് മഹാമാരി 2 വർഷക്കാലം നമ്മളെ പഠിപ്പിച്ച പാഠം വളരെ വലുതാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു പ്രതിസന്ധി ലോകം കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയായിരുന്നു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നത്. അനേകർ, ഇപ്പൊ ഞാൻ അന്ന് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന്
നേഴ്സുമാരായിട്ടുള്ള ഭാര്യമാരൊക്കെ അവര് ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ അന്ന് കേട്ട ഒരു കാര്യമാണ്. കോറിഡോറിൽ അപ്പോയിന്റ്മെന്റിനായിട്ട് വന്ന് ഒരു നല്ല നല്ല യൗവനക്കാർക്ക് 30-32 വയസ്സ് പ്രായമുള്ളവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അത് വീട്ടിൽ വന്ന് പറയുമ്പോൾ ഞാൻ അവരെ അവിടെ വിലക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറയരുതെന്ന് പോലും പറഞ്ഞു. അത്രയ്ക്കും പ്രതിസന്ധിയുടെ കൂടെ. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒന്ന് ചിന്തിക്കണം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയാണ് ഞാൻ കടന്നുപോയത്. ആ കടന്നുപോയ പ്രതിസന്ധിയിൽ എന്നെ ഇന്ന് മുഖാമുഖമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു എങ്കിൽ ആ ദൈവത്തിന്റെ വലിയ കൃപയാണ്. അവൻ ആർക്കും കടക്കാരനല്ല. ദൈവത്തെ മുഖാമുഖമായി കണ്ട ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചവർക്ക് എല്ലാം ദൈവം ഉത്തരമരുളി എന്ന് പറയുവാനായിട്ട് സാധിക്കും. കാരണം പ്രതിസന്ധിയുടെ കടവിൽ അന്ന് അനേകം ലോകത്ത് നിന്ന് കടന്നുപോയപ്പോൾ എന്നേൽക്കാലം പ്രായം കൂടിയവർ, കുറഞ്ഞവർ, സൗന്ദര്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സമ്പന്നർ, സമ്പന്നമില്ലാത്തവരൊക്കെ അനേകം ലോകത്ത് കടന്നുപോയപ്പോൾ ജീവനുള്ളവരുടെ ശേഷിപ്പിൽ ദൈവം എന്നെ ആക്കിയത് വളരെ അത്ഭുതകരമാണ്. അവൻ അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലായെങ്കിൽ നമ്മുടെ പലതും നഷ്ടപ്പെടുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യമായിരുന്നു. അന്ന് നമ്മൾ ദൈവവുമായിട്ട് കൂടുതലായിട്ട് അടുത്തു. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, കോവിഡിന്റെ സമയത്ത് ദുബായിൽ അവര് കല്യാണം കഴിച്ച് പയ്യനങ്ങണ്ട് തുച്ഛമായിട്ടുള്ള ഒരു ദിവസം അവൻ നാട്ടിൽ നിന്നിട്ട് ഭാര്യയും വിട്ട് അവൻ വീണ്ടും ദുബായിലേക്ക് കടന്നുപോയി. ശേഷം അവൻ അവിടെ ചെന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞ് അവൻ ഒരു വെക്കേഷൻ അവൻ അവിടെ ചെന്ന് അവനൊരു കുഞ്ഞുമൊക്കെ ഉണ്ടായി. അവൻ അവിടെ ചെന്നിട്ട്, കാരണം അവന്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുമൊക്കെ കാരണം അവൻ തിരിച്ചു വന്നു. തിരിച്ച് വീണ്ടും ദുബായിലേക്ക് കടന്നു ചെന്നു. ആ ദുബായിലേക്ക് കടന്നു ചെന്നപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് ഒരു വിസിറ്റിംഗ് വിസ റെഡിയാക്കി. അങ്ങനെ അവര് ആ വിസിറ്റിങ്ങില് നാട്ടിൽ നിന്നും കടന്ന് ഗൾഫിന്റെ പ്രദേശത്തേക്ക് മകൾ കടന്നു വരുവാനും, അപ്പോൾ അവനൊരു കൊച്ചു വീടും ഒക്കെ എടുത്ത് ഭാര്യ വരുന്നത് കാരണം ഒക്കെ എടുത്ത് അവൻ താമസിക്കുവാനായിട്ട് ഇടയായി. ആ ആഴ്ചകളിലാണ് കോവിഡിന്റെ വ്യാപനം ഏറ്റവും കൂടുതൽ കൂടെ. പുള്ളിയുടെ സാക്ഷ്യമൊക്കെ പലരും ചിലരൊക്കെ യൂട്യൂബുകളിലൊക്കെ കേട്ട് കാണും. അവന് പറഞ്ഞു, അവര് ഒരാഴ്ച ആയപ്പോൾ ഈ രോഗത്തിന്റെ വ്യാപ്തി കൂടി അനേകര് നിലംപരിശായി പോകുന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു, വെളിയിലോട്ട് ഇറങ്ങുവാനായിട്ട് നിവൃത്തിയില്ല. അവൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനും ഒരു വലിയ അസ്വസ്ഥത വന്നു. അവനും കോവിഡ് പിടിച്ചു. അവൻ അറിയില്ലായിരുന്നു ആദ്യമേ കോവിഡ് ആണെന്ന്. അവനും ഭാര്യയൊക്കെ ആയിട്ട് ഒരുമിച്ച് ആയിരുന്നപ്പോൾ അവന് കോവിഡ് വന്ന് അവനെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവരുടെ സാക്ഷ്യം ഇപ്രകാരമായി. അവര് പറഞ്ഞു, ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരുപാട് നാൾ താമസിക്കാതൊക്കെ ഇരുന്ന് ഞങ്ങൾ കാണുവാനായിട്ട് ദുബായ് കാണുവാനും, അല്ലെങ്കിൽ ദുബായ് കണ്ട് മറ്റുള്ളത് കണ്ടും ഭർത്താവിന്റെ കൂടെയൊക്കെ ആയിരിക്കുവാനായിട്ട് കടന്നു വന്ന ഈ മകൻ കോവിഡിന്റെ ഭാരത്താലായിട്ട് അവനെ വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവരുടെ സാക്ഷി ഇപ്രകാരമായിരുന്നു. അവര് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി കുഞ്ഞും ഞാനും മാത്രം ഒരിടത്ത്, അദ്ദേഹം വേറൊരിടത്ത്, ആർക്കും ആരെയും നാളെ സുഖം പ്രാപിക്കുമോ അല്ലെങ്കിൽ കാണുവാൻ പോലും ഒക്കാത്തൊരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ നിർഭാഗ്യവശാൽ അവൾക്കും കോവിഡ് ബാധിച്ചു. അപ്പോൾ അവൾ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, ദൈവമേ, എന്റെ കുഞ്ഞിനും ഒരേ സമയത്ത് കോവിഡ് തന്നെ, കാരണം ഞങ്ങൾ രണ്ടുപേരെ ഒരിടത്ത് കൊണ്ടുവന്ന് ഒരു റൂമിലാക്കണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. കാരണം കുഞ്ഞിനെ അല്ലെങ്കിൽ വേറെ എടുത്ത് കൊണ്ടുപോകും, ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യങ്ങൾ. 3 പേരും 3 സ്ഥലങ്ങളിലേക്കായി. ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. ദൈവം പ്രതിസന്ധി തന്നപ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഈ നാളുകളിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവരുടെ സാക്ഷ്യം അത് മൊത്തം പറയുവാനായിട്ട് നേരിട്ടില്ല.
എങ്കിലും അവരുടെ സാക്ഷ്യം കേട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും കരഞ്ഞു പോകും. കാരണം അവര് മൂന്നെടുത്തായി ആ പിഞ്ചു കുഞ്ഞ്, കാരണം 1-2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വേറൊരിടത്താക്കി, തള്ളയെ വേറൊരിടത്താക്കി, ഹസ്ബൻഡ് വേറൊരിടത്ത്, 3 ദിശകളിൽ ആര് മരിച്ചു, ആര് ജീവനോടുണ്ട്, ആരെപ്രകാരമായിരിക്കുന്നു ഒന്നും നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാലയളവിൽ കൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ദൈവം നമ്മളെ അവിടെ കാത്തു പരിപാലിച്ച ഒരു മുഖാന്തരങ്ങളുണ്ട്. അവിടെ എല്ലാം അത്ഭുതകരമായിട്ട് അവന്റെ അത്ഭുതം നമ്മളിൽ കാണുവാനായിട്ട്. കാനാവിലെ കല്യാണത്തിന് ദൈവം അവിടെ പറയുകയാണ്, ഈ കൽപാത്രത്തിൽ നിങ്ങൾ വെള്ളം കോരി നിറയ്ക്കുക, ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. ദൈവത്തിന്റെ മഹത്വം നമുക്ക് അവിടെ കാണുവാനായിട്ട് അന്ന് രുചിച്ചു നോക്കാത്തുള്ള ആ വെള്ളത്തെ അവൻ കർത്താവ് വീഞ്ഞാക്കി തന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇങ്ങനെയാണ്. രണ്ടാമതായിട്ട് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 10-12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം 38 വർഷക്കാലം 38 സംവത്സരം രോഗിയായിട്ട് ബെത്സൈദ എന്ന കുളത്തിന്റെ അരികിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അവൻ അവിടെ കിടക്കുക. ഈ കുളം കലക്കുവാനായിട്ട് ഒരു മനുഷ്യൻ വരും, ഒരു ദൈവദൂതൻ അവിടെ വരും. അത് കലക്കി കഴിയുമ്പോൾ ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. പ്രതീക്ഷയോടുകൂടി കാത്തു കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം ബെത്സൈദ എന്ന ഒരു കുളത്തിന്റെ അരികിൽ ഒരു മനുഷ്യൻ പ്രതീക്ഷയോടുകൂടി 38 സംവത്സരം കിടക്കുകയാണ്. എന്റെ സമയം വരും, അന്ന് എനിക്ക് രോഗശാന്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഇന്ന് നമ്മുടെ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് തൊടുമ്പോഴേ 1000 എണ്ണം വീഴുന്നു, 2000 എണ്ണം വീഴുന്നു. ഒരു വികൃതമായിട്ടുള്ള രോഗശാന്തികളൊക്കെ നമുക്ക് യൂട്യൂബുകളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. എന്നാൽ പ്രതീക്ഷയോടുകൂടി നമുക്ക് തലവേദന വരുമ്പോഴും അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പ്രതീക്ഷയോടുകൂടി എൻ്റെ ദൈവം എനിക്ക് വലിയവ ചെയ്യുമെന്ന് പ്രതീക്ഷയോടുകൂടി ആയിരിക്കുവാനായിട്ട് ആർക്കും സാധിക്കാത്ത ഒരു അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഈ മനുഷ്യൻ 38 വർഷക്കാലം, അപ്പം യേശു അവിടെ കടന്നു വരുന്നു. അപ്പൊ ഇപ്രകാരമാണ് അവിടെ പറയുന്നത്, യെരൂശലേമിൻ ആഴ്വാതിക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വൈദ്യക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവനെ സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടന്നത് യേശു കണ്ട് ഇങ്ങനെ യേശു അവനെ കണ്ടു, ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോഴവൻ പറയുന്നു, എനിക്ക് സൗഖ്യം പ്രാപിക്കണം. 38 സംവത്സരം അവിടെ കിടന്ന്, ഞാൻ ആലോചിക്കുക, നമ്മളൊക്കെ ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ, ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോയാൽ, ഒരു പ്രാവശ്യം പോയി നമുക്ക് കുറവില്ല, 2 പ്രാവശ്യം പോയി കുറവില്ല, അപ്പൊ നമ്മൾ അടുത്ത ഡോക്ടറെ പിടിക്കും. അങ്ങനെ നമ്മൾ മാറി നാമറി കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ഡോക്ടർമാരെയും നമ്മൾ കാണും. ഇപ്പം പിന്നെ തലയ്ക്കുള്ള ആണെങ്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ വരെ നമ്മൾ കണ്ട് ചോദിക്കും, എനിക്ക് ഇന്നതാ പ്രശ്നം. നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത്. എന്നാൽ ഈ മനുഷ്യൻ പ്രത്യാശയോടുകൂടി, എനിക്ക് തോന്നുന്നു ഈ മനുഷ്യൻ പ്രത്യാശയോടുകൂടി എന്റെ ദിവസം വരും, എനിക്കൊരു ദിവസമുണ്ട് എന്നും പ്രതീക്ഷയോടുകൂടി കാത്തു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുവാൻ സാധിക്കും. എന്നെ നിങ്ങളുടെയും ജീവിതത്തില് പ്രതീക്ഷയോടുകൂടിയാണോ നാം ദൈവത്തെ അറിയുന്നത്? പ്രതിസന്ധികൾ വരുമ്പോൾ കലങ്ങിപ്പോകുന്നവരാണോ ഞാനും നിങ്ങളും? ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രോഗങ്ങള് ഇല്ലാത്തവരായിട്ട് ചുരുക്കം ചിലരേ ഉള്ളൂ. കാരണം സമ്പന്നതയിലൊക്കെ നമ്മൾ അനേകം വർദ്ധിച്ചവരാണ്.
മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ രോഗങ്ങൾ തരുമ്പോൾ നാം പതറിപ്പോന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ രോഗി അവനോട് ചോദിക്കുകയാണ്, യജമാനെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. അനേകം എനിക്ക് ഈ കുളത്തിൽ അടുത്ത് കാണാം, പക്ഷെ അവനെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. ഇന്ന് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സഹായിക്കുവാനായിട്ട് ആരുമില്ല. സഹായിക്കുവാനായിട്ട്, കാരണം നമുക്കൊരു രോഗം വരുമ്പോൾ സഹായിക്കുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയോ നല്ലതാണ്. കാരണം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നാം ആൾക്കാരുടെ കൂടെ ഇരിക്കേണ്ടത്. ഇവിടെ ഈ മനുഷ്യൻ പറയുന്നു, പലരും വരും, എല്ലാവരും ആവശ്യക്കാരാണ്, അവര് വരുന്നു, അവരുടെ രോഗം മാറിക്കൊണ്ടു, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. എന്നാൽ ഞാൻ നിങ്ങളിൽ ചിന്തിക്കേണ്ടത്, എന്നെ സഹായിക്കുവാനായിട്ട് സർവശക്തനായിട്ടുള്ള ദൈവമുണ്ട് എന്ന് മറന്നു പോകാനായിട്ട് ഇടയാകരുത്. ജീവിതത്തിൽ എല്ലാം തകർന്നിരിക്കുമ്പോഴും, എല്ലാ പ്രതീക്ഷകളും തകർന്നിരിക്കുമ്പോഴും ദൈവം നിന്നെ കരം പിടിച്ചുയർത്തുവാനായിട്ട് ഇടയാകുന്നത് വലിയ ഒരു സത്യമാണ്. കാരണം നിന്റെ പ്രതീക്ഷകൾ, കാരണം ഈ 38 സംവത്സരം ഈ കുളക്കരയിൽ കാണുന്ന എന്നെ ആര് സഹായിക്കും, എനിക്ക് എന്റെ സമയം എപ്പോഴും എന്ന് ചിന്തിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുൻപായി ഇറങ്ങും എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത്, യേശു അവനോട് പറയാം, നിന്റെ കിടക്കയെടുത്ത് നീ നടന്നു പോകുക. നിന്റെ പ്രയാസങ്ങളെല്ലാം മാറി യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മള് ചില പ്രതിസന്ധികളാകുമ്പോൾ നമ്മള് ദൈവവിശ്വാസി ആയിരിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഞാൻ ദൈവത്തെ വിളിച്ചത് കൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഈ പ്രതിസന്ധികൾ കാണും? ഞാൻ ദൈവത്തെ എന്നും പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥനയുണ്ട്, പക്ഷെ എനിക്ക് പ്രതിസന്ധികളാണല്ലോ കടന്നു വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അവിടെയൊക്കെ നിന്നെ കരം പിടിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന് നമ്മളൊന്ന് മറന്നു പോകരുത്. കാരണം ആ ദൈവമാണ് കോവിഡിന്റെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇന്ന് ജീവനുള്ളവരുടെ ശേഷിപ്പിലാക്കിയിരിക്കുന്നത്. കാരണം ആ ദൈവമാണ് സൗഖ്യദായകനായിട്ട് ഒരു ദൈവം നമ്മുടെ സന്നിധിയിലുണ്ട്. നീ എന്നും ഭാരക്കാലമായിട്ട് കടന്നു വന്നാലും ദൈവം നിന്നെ നിന്റെ കിടക്കയെടുത്ത് നടന്നു പോകാനായിട്ട് പറയുന്ന ഒരു ദൈവമാണ്. കാരണം ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മള് അതുകൊണ്ട് ഇന്ന് ജീവിതത്തിൽ തകർന്നു പോയ ഹൃദയങ്ങളാണ് അനേകം. കാരണം ഞാന് ഈ UK കടന്നു വന്നതിൽ അനേകരുടെ ഇപ്പം ഒരു ഭവനങ്ങളിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒരു വീടോ 2 വീടോ 3 വീടൊക്കെ ഉള്ളവർ, പക്ഷേ അവരവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാരപ്പെടുന്നവരാണ്. ഞാൻ നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കുക. കാരണം ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ രീതിയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ശാസിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള വലിയ പ്രയാസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അവരവരുടെ ഈ ലോകത്ത്, ഈ UK പ്രദേശത്ത് ഇഷ്ടംപോലെ സാധ്യതകൾ തുറന്നിട്ടിരിക്കുക കടന്നു പോകുവാനായിട്ട്. അവര് സുഖലോകങ്ങളിലേക്ക് കടന്നു പോകണം. നാം ഈ നാളുകളിൽ നമ്മുടെ ദൈവത്തോട് ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവം പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പറയുന്നത് ദൈവസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. പ്രതിസന്ധിയിൽ തകർന്നു പോകാൻ ഒരിക്കലും ഇടയാകും. സന്നിധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 11:36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന് അത്ര അടുപ്പമുള്ള ഒരു ഭവനമായിരുന്നു ലാസറിന്റെ ഭവനം. ആ ഭവനത്തിൽ യേശു കടന്നു ചെല്ലുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടുത്തെ ബന്ധങ്ങളൊക്കെ പുലർത്തുകയും ചെയ്യുന്ന ഒരു ഭവനമാണ് യേശുവിന്റെ ഭവനം, ഈ മാർത്തയുടെ ഭവനം. മാർത്തയുടെ സഹോദരൻ മരിച്ച് അടക്കം ചെയ്തു. നിങ്ങൾ ചിന്തിക്കുക, യേശുവിന് ഞാനായാലും ചിന്തിക്കുവോ, നിങ്ങളായാലും ചിന്തിക്കുവോ, ദൈവമേ, അവൻ ഇന്ന് കഴിഞ്ഞ മാസവും നമ്മുടെ ഭവനത്തിൽ വന്നിരുന്നു, അവൻ വന്നിട്ട് ഇവിടുന്ന് പോയി, എന്റെ സഹോദരൻ മരിച്ചെന്ന് പറഞ്ഞ് നമ്മളായി, ദൈവമേ, ഞാൻ അവന്റെ കൂടെ നടന്നു, അവന്റെ കൂടെ അവന് ഞാൻ ഭക്ഷിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു, പക്ഷെ അവൻ എൻ്റെ ഒരു കഷ്ടകാലത്തിൽ, അല്ലെ എൻ്റെ ഒരു പ്രതിസന്ധിയിൽ അവൻ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായില്ലോ
നമ്മൾ ചിലപ്പോൾ ശപിക്കും. പ്രതിസന്ധിയുടെ നടുവിൽ, കാരണം ഇനി ലാസറിന്റെ ഭവനത്തിന് ഒരു ആശ്വാസത്തിനും വകയില്ലാത്ത ഒരു ദിവസമാണ് ആയിരുന്നു കഴിഞ്ഞ ആ ദിവസങ്ങൾ. കാരണം അവരുടെ സഹോദരൻ മരിച്ചു, അടക്കം ചെയ്തു, 4 ദിവസമായി. കാരണം ഇനി എന്തോ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി ഒരു പ്രതീക്ഷയില്ല, കാരണം ജീവിതത്തിൽ നമുക്ക് ഇനി ഒരു പ്രതീക്ഷയുമില്ല. അവിടെയാണ് നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത്. യേശുവും കണ്ണുനീർ വാർത്തു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പൊ അത്രയ്ക്കും ആ കുടുംബത്തോട് സ്നേഹമുള്ള. അപ്പം യേശു ഈ വിവരം അറിഞ്ഞ് മാർത്തയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലും. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ഇന്ന് കാണും. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ദൈവവചനമാണ് ഈ മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്നത്. നീ വിശ്വസിച്ചാൽ ഇന്ന് ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര വിശ്വസിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. വിശ്വാസമാണ് ഇല്ലാത്തത്. നമുക്കെല്ലാം വിശ്വാസമുണ്ട്, പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകുന്നതാണ് ഞാൻ. പ്രതിസന്ധി തകർന്നു പോകുന്നവരായിരിക്കുമ്പോൾ ആ വിശ്വാസം കൊണ്ട് ഉറപ്പില്ല. ചിലപ്പോൾ ഇപ്പൊ എന്റെ ചിന്ത അവരും ആകെ പതറിപ്പോയി കാണുക, ഒരു അർത്ഥമില്ല. കാരണം ഒരു സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവര് ചിന്തിച്ചു കാണാം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ല, എന്റെ സഹോദരൻ ഇപ്പോഴും എന്റെ കൂടെ കാണുമായിരുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നിട്ട് കല്ലറയ്ക്കൽ ചെന്ന് ഉറങ്ങാനായിട്ടുള്ള ലാസറിനോടാണ് പുറത്തു വരുവാനായിട്ട് പറയുന്നത്. ലാസറെ, നീ കല്ലറയിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരിക. കാരണം മരണവശങ്ങൾ എന്നെ ചുറ്റിയാലും, പാതാള ഗോപുരങ്ങൾ എന്നെ കടന്നു വന്നാലും, യേശുക്രിസ്തുവിന്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവർ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി, മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. നമ്മള് ഒരു അടക്കം നടത്തുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം എന്താണ്? 4 ദിവസമായി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബോഡി എപ്രകാരമായിരുന്നു. മനുഷ്യന്റെ ശരീരം ഭൂമിയോട് ചേരുമ്പോൾ അത് ഏറ്റവും വികൃതമാണ്. മനുഷ്യന്റെ അല്ല, മൃഗങ്ങളുടെ ആയിരുന്നു. അതിനകത്ത് ബാക്ടീരിയ പെരുകുമ്പോൾ അത് ദുർഗന്ധം വ്യാപിക്കും. എന്നാൽ 4 ദിവസക്കാലം മരിച്ച് നാറ്റ ഒരു അനുഭവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് പ്രവർത്തിക്കാൻ കഴിയുന്നെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രയാസത്തോടുകൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. എനിക്ക് ഇപ്രകാരം ഒരു നടന്ന സംഭവം, അമേരിക്കയിൽ ഒരു ഡോക്ടർ, അത് ആ മനുഷ്യൻ ഒരു വലിയ പ്രഗത്ഭനായിട്ടൊരു ഡോക്ടറാണ്, ലോകം അറിയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പേര് മൈക്കിൾ എന്നോ എന്റെ ഓർമ്മ ശരിയാണ്, അപ്രകാരം അങ്ങണ്ട്. ആ ഡോക്ടറിന് അമേരിക്ക തന്നെ വേറെ സ്ഥലത്ത്, ഇത്തിരി ദൂരെ ഒരു സ്ഥലത്ത്, ഒരു വലിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ പൊന്നാട മാതിരിയൊക്കെ അണിയുന്ന ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിന് അന്ന് രാത്രിയിൽ നേരം വെളുക്കുമ്പോഴാണ്, അന്ന് രാവിലെ അങ്ങോട്ടാണ് പ്രോഗ്രാം നടന്നത്. അദ്ദേഹം ഒരുത്തിന് പോകണം. അദ്ദേഹത്തിന് പോകുവാനായിട്ട് അദ്ദേഹം എല്ലാമൊക്കെ റെഡിയായി പെട്ടിയൊക്കെ എടുത്ത് ഫ്ലൈറ്റിലാണ് പോകുന്നത്. അന്ന് എയർപോർട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര കാറ്റും മഴയും മഞ്ഞു വീഴ്ചയും എന്ന് വേണ്ട ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു. ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഈ മനുഷ്യന് അന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം തീരുമാനിച്ചു എയർപോർട്ടിൽ നല്ലൊരു ടാക്സി എടുത്ത് പോകാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അങ്ങനെ ടാക്സി എടുത്ത് പ്രതികൂല കാലാവസ്ഥയിലും അദ്ദേഹം യാത്ര ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഒരു വിജനമായിട്ടുള്ളൊരു ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു വീടിന്റെ ഒക്കെ ഒരു വിജനമായിട്ടൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ എങ്ങും ഒരു വീടോ ഒന്നും കാണുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം ആകെ പ്രയാസപ്പെട്ടു. വേറെ ആരും, ഈ മനുഷ്യൻ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി ദൂരെ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ മെഴുകുതിരിയുടെ വെട്ടം കാണുവാനായിട്ട് സാധിച്ചു. ആ മനുഷ്യൻ
നടന്ന് ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു മോളും ഒരു മാതാവും മാത്രം ആ ഭവനത്തിലുണ്ട്. അപ്പം ഈ ഡോക്ടർ തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ എനിക്ക് ഇന്നടത്ത് പോകാനുള്ളതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ വാഹനം കേടായി പോയി. ഒരു മറ്റു വീടുകളോ കടകളോ സ്ഥലം എനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിന് കുടിക്കുവാനോ ഒക്കെ കൊടുത്തു. കയറിയിരിക്കുവാനായിട്ട് പറഞ്ഞു. അപ്പം ഇന്ന് ഇവിടെ തങ്ങിയിട്ട് അല്ലെങ്കിൽ രാവിലെ പോകാം, അല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കിടക്കുവാനുള്ള കിടക്കുവാനെന്ന് പറഞ്ഞ ഒരു കൊച്ചുമുറി മാത്രമേ ഉള്ളതാണ് ഞാനത് കേട്ടു. അങ്ങനെ അദ്ദേഹത്തിന് കിടക്കുവാനായിട്ടുള്ള സ്ഥലമൊക്കെ ഒരുക്കിയിട്ട് ഈ മാതാവും ഈ കുഞ്ഞോട് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. അവര് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നത്, ഈ ദൈവത്തെ ഒട്ടും അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലാത്ത ഈ ഡോക്ടർ ഈ ശ്രദ്ധയോടുകൂടി ഈ പ്രാർത്ഥന കേട്ടു. ഇവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ ഈ മാതാവ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രയും കരഞ്ഞ് ഈ ദൈവത്തോട്, നീ വിളിക്കുന്ന ദൈവത്തോട് ഇത്രയും പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മാതാവ് പറയുവാനായിട്ട് സാധിച്ചു. അപ്പം അദ്ദേഹം ഡോക്ടറാണെന്നോ ഒന്നും ഈ സ്ത്രീ കരയില്ല. ഈ സ്ത്രീ പറഞ്ഞു, സാറേ, എൻ്റെ കുഞ്ഞ് ക്യാൻസറിന്റെ ഭാരപ്പെടുന്നു. എനിക്കിനി പോകുവാനായിട്ട് ഒരിടത്തുമില്ല. എന്നാൽ എന്നോട് പലരും പറഞ്ഞു, ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിനെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചാൽ ചിലപ്പം നിങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യപ്പെടുവാനായിട്ട് സാധിക്കുമെന്നാണ്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർ ഞാനാണ്. അതുകൊണ്ട് അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. കാരണം അവരിൽ സമ്പത്ത് ഒന്നുമില്ല, അവർക്ക് ചികിത്സിക്കാനുള്ളതില്ല. എന്നാൽ ദൈവം ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ കരയുന്ന ദൈവം, അല്ലെ നീ വിളിക്കുന്ന ദൈവം, ആത്മാർത്ഥതയോടുകൂടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് അവിടെ ഉത്തരം അരുളുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഈ ഡോക്ടറെ അടുത്ത് എത്തിക്കുവാനോ അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുവാനോ സാധിക്കാത്ത ഒരു കുടുംബം, ദൈവം, ആ ഡോക്ടറും സാക്ഷ്യം പറഞ്ഞു, എനിക്ക് പോകണമെന്ന ഫ്ലൈറ്റ് ക്യാൻസലായി, കാലാവസ്ഥയുടെ പ്രതിസന്ധി കൊണ്ടുകൊണ്ട് ക്യാൻസലായി. ഞാനൊരു ടാക്സി എടുത്ത് എന്നാൽ ഈ ഫംഗ്ഷൻ അവിടെ ചെല്ലാമെന്ന് പ്രതീക്ഷയോടുകൂടി ഡോക്ടർ യാത്ര ചെയ്തു. എന്നാൽ അതും പകുതി വരെ എത്തിയപ്പോൾ ക്യാൻസലായി. ദൈവം ചില നിയോഗങ്ങൾ നിനക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ വിളിക്കുന്ന മക്കളാണ് എങ്കിൽ ദൈവം നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് വലിയതാണ്. കാരണം നീ എത്ര ആയിരിക്കുന്നതെങ്കിലും ദൈവം നിന്നെ അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നിനക്ക് ഒന്നിനും ഒരു മുട്ടുണ്ടായാലും മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുവാനായിട്ട് നമുക്ക് ഇടയാകാം. കാരണം അതിനപ്പുറം വേറെ അത്ഭുത പ്രവൃത്തിയില്ല. കാരണം മരിച്ച നാറ്റം വെച്ച അനുഭവത്തിനായിക്കൂടെ കടന്നുപോയ ഒരു കുടുംബം ആ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടെയാണ്. ഇന്ന് ഞാൻ ിക്കുന്നത് നാളെ എന്താകും, കാരണം എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ഭാവി എന്താകും, എന്റെ കുടുംബത്തിന്റെ ഭാവി എന്താകും എന്ന് ചിന്തിക്കുന്നവരാണ് എന്ന് ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ ആത്മാർത്ഥത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് അത്ഭുതകരമായിട്ടുള്ള വിടുതൽ തരുമെന്ന് ഈ 3 ഭാഗങ്ങൾ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന അനേകരെ കാണുവാനായിട്ട് സാധിക്കും. പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. മരിച്ച നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ ശേഷിയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും കേൾക്കുന്നത്. 38 സംവത്സരം രോഗിയായിട്ട് കിടന്ന മനുഷ്യൻ, ആരും സഹായമില്ലാതെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കരം പിടിച്ച് ഉയർത്തുവാൻ ശേഷിയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇന്ന് കേൾക്കുന്നത്. കാനാവിലെ കല്യാണത്തിന് ആ ഭവനത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ അവിടെ അത്ഭുതകരമായിട്ടുള്ള വീഞ്ഞിനെ കൊടുക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ എന്റെ ദൈവം ഒന്നിനും കുറവുള്ളവനല്ല. പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോവാനായിട്ട് ഇടയാകും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകും. സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മളെ ഓരോരുത്തരും നിലനിർത്തുന്നത്. അതുകൊണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ
മുഖാമുഖമായി കാണുന്ന ഒരു ദൈവമാണ്. എന്റെ നിങ്ങളുടെ കടന്നു വരുമ്പോൾ മുഖാമുഖമായിട്ട് ഇരുന്നു കൊണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിടുതലുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം എന്റെയും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് മുമ്പോട്ട് തീർച്ചയായിട്ടും ഈ തിരുവചനം കേട്ട നമ്മൾക്ക് എല്ലാവർക്കും ദൈവം പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ താങ്ങുന്നവരാണ്. നമ്മൾ ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് താമസിക്കാൻ, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അവന് ഉത്തരം തരാൻ താമസിച്ചെങ്കിലും അവൻ പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ്. കണ്ണുനീരോടുകൂടിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ഇവിടെ മൂന്ന് പേരും കണ്ണുനീരോടുകൂടി പ്രകാശത്തോടുകൂടിയാണ് പ്രാർത്ഥിച്ചത്. ഒന്ന് വീഞ്ഞിന്റെ അനുഭവത്തിൽ ഭാരപ്പെട്ടുവെങ്കിൽ അവരും കണ്ണുനീരോട് പ്രാർത്ഥിച്ചുവെങ്കിൽ, രണ്ടാമത് 38 വർഷക്കാലം ഒരു കുളക്കടയിൽ കടന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടുവെങ്കിൽ, മരിച്ച ലാസറിന്റെ ഭവനത്തിലെ സഹോദരികളുടെ പ്രാർത്ഥന കേട്ടുവെങ്കിൽ, എന്റെ നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുവാനായിട്ട് മതിയായവനാണ് നമ്മുടെ ക്രിസ്തു യേശു. അതുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ ദൈവമക്കളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ സമയത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് മുമ്പോട്ട് പോയി. അതുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ ദൈവവചനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.